ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ചേലക്കര കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രാദേശിക നേതാക്കൾ മണ്ഡലം കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ അതൃപ്തി രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്ന് നേതാക്കൾ വിമർശിക്കുന്നു. നമ്മൾ പാർട്ടി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ അതിന് പിന്നാലെ നമ്മൾ പോകാന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി വളരെ മോശമായിരുന്നു. അത് 100% ഉറപ്പായിരുന്നു എല്ലാവർക്കും. അത് ഉള്ളിനുള്ളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പാർട്ടി പറഞ്ഞ സ്ഥിതിക്ക് പാർട്ടി അവതരിപ്പിച്ചതും നമ്മുടെ KPCC അവതരിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് പിന്നെ അതിനെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ യഥാർത്ഥം. ഇനി 1.5 കൊല്ലം കഴിഞ്ഞാൽ ഇലക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഈ മുന്നേ സഹോദരൻ പറഞ്ഞ മാതിരി നമ്മൾ പാർട്ടിനെ പറ്റി അവഹേളിച്ച് സംസാരിക്കുകയല്ല. അതിന് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പഠിച്ചിട്ട് സ്ഥാനാർത്ഥികളെ എല്ലാം നല്ല കാണുക, അതാണ് വേണ്ടത്. നന്നായിട്ട് നേതാക്കന്മാർ പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ രാധാകൃഷ്ണനും പ്രദീപും നല്ല മികവുള്ള ആൾക്കാരാണ് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു 5 വർഷം MP ആയ ഒരു സ്ഥാനാർത്ഥിനല്ലേ നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിനെ നിൽക്കുന്നതിൻ്റെ പ്രഖ്യാപിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ പല നേതാക്കന്മാരും വേണ്ട എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പാർട്ടി പ്രഖ്യാപിച്ചല്ലേ വെച്ചിട്ടാണ് നമ്മളെ അടിത്തട്ടിലൊക്കെ നമ്മളെ പ്രവർത്തകർ നന്നായിട്ട് പ്രവർത്തിച്ച്. ഇതിൽ പകുതി സ്ഥാനാർത്ഥിയുടെ കഴിവും വേണം, ബാക്കി പ്രവർത്തനവും ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ആണ് ഇവിടെ രണ്ടും പറഞ്ഞിട്ട് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടേണ്ട ലെവലിലുള്ള ഫണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് ചേലക്കര ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ദേശമംഗലത്തൊക്കെ ഒന്നുകൂടി ഒന്ന് കൊഴുപ്പിക്കാൻ പറ്റിയായിരുന്നു. ഫണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇനി ഇവിടെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇനി 39,000 ഉള്ളത് 12,000 നിർത്തി എന്നുള്ളത് പറയാനേ പറ്റൂ. അപ്പോൾ ഇതേപോലെ തന്നെയല്ലേ പാലക്കാട് 3,800 ജയിച്ചാൽ അവിടെ പ്രവർത്തിച്ച് നോക്കിക്കണ്ടില്ലേ 15,000 മുകളിൽ കയറി. അപ്പോൾ നമ്മുടെ 39,000 എന്നുള്ളത് 12,000 ആയി എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കാം. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അല്ലാതെ എന്താ പിന്നെ ചെയ്യുക? ഇതെന്താ വെച്ചാൽ കുറെ പ്രവർത്തകർക്ക് മടുപ്പ് വരുള്ളൂ ഇതൊക്കെ.